റഹീസ, എവിടെയാണ് തീ പിടിച്ചത്? എന്താണ്? ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അരുൺകുമാർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുന്നക്കാമുകളിലാണ് ഒരു വീടിനകത്ത് തീപിടുത്തം ഉണ്ടായത്. വീടിനകത്ത് നിന്ന് ഇപ്പോഴും പുകയും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തെന്തോ കത്തുന്നുണ്ട്. വീടിനകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ അല്പസമയം മുമ്പ് പോലീസ് അതിനകത്ത് നിന്ന് ഒരു കസേരയിൽ ഇരുത്തി പുറത്തേക്ക് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ചേർന്ന്. അവർക്ക് പരിക്കുകൾ ഒന്നുമില്ല. ഈ വീടിനകത്ത് താമസിച്ചിരുന്ന ആളാണ്. ഇതിനകത്തുനിന്ന് ഇപ്പോഴും തീ അകത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അല്പസമയം മുമ്പാണ് ഈ വീടിനകത്ത് ഒരു സ്ത്രീ മാത്രമായിരുന്നു താമസം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീടിനകത്ത് തീ ഉയരുന്നത്, പുക വരുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. അതനുസരിച്ച് അവരെത്തിയപ്പോഴായിരുന്നു വീടിനകത്ത് വലിയ തീയും പുകയും കണ്ടത്. അതിനിടയിലാണ് ഒരു സ്ത്രീ വീടിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അതിനിടയിൽ പുകയ്ക്കും തീക്കും ഇടയിൽ നിന്ന് ഫയർഫോഴ്സ് ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്ന ശ്രമമാണ് നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഫയർഫോഴ്സ് ആ മുറിക്കകത്തുണ്ടായിരുന്ന വെള്ളമൊഴിച്ച് തീ അണച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സ്ഥലത്തുണ്ട്. നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടായി എന്നതിൽ വ്യക്തമില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായി നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മുറിക്കകത്ത്, ആ സ്ത്രീ കഴിഞ്ഞിരുന്ന മുറിക്കകത്ത് മുഴുവൻ തീയാണ്. അത് എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമല്ല. ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അത് അടച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും ഏറ്റവും ആശ്വാസകരം കാര്യം, ഇതിനകത്തുണ്ടായിരുന്ന ആളെ വിദഗ്ധമായി ഫയർഫോഴ്സിനെ രക്ഷപ്പെടുത്താൻ പറ്റി. അവരെ ഇവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് മറ്റ് അപകടങ്ങൾ ഇല്ല. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇപ്പോൾ റഹീസ് റഷീദ് ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. പുന്നക്കാമുകളിൽ തിരുവനന്തപുരത്ത് തീപിടിച്ച പുക ഉയർന്ന വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരു സ്ത്രീ മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അവരെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. പുക വീട്ടിൽ ഇപ്പോഴും പടരുന്നുണ്ട്. എന്താണ് തീ കത്തുന്നത് എന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ കൃത്യമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും അവിടെ എത്തി വളരെ പെട്ടെന്ന് തന്നെ ആ സ്ത്രീയെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. റഹീസ് റഷീദ് അവിടെ ഉണ്ടായിരുന്നു.